ചേട്ടാ ക്ലൈമാക്സിലെ ലാസ്റ്റ് ആ സെക്കൻഡ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എന്താണ്? അതെ അതെ, ക്ലൈമാക്സ് കുറച്ച് നമ്മുടെ ഇമോഷണലാണ് ക്ലൈമാക്സ്. അത് ആക്ച്വലി ഇമോഷണൽ വെച്ചാൽ സന്തോഷ കണ്ണുനീരാണ്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സീൻ കാണുമ്പോഴത്തേക്കും ഉള്ളൊരു ഹാപ്പിനെസ് കിട്ടും. എന്നോട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടൊരു പോസ്റ്റിലൊരു വലിയ മെസ്സേജ്, ഒരു കമൻ്റ് ഉണ്ട്. അതായത് പുള്ളി കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ എൻ്റെ മോളെ പോയി വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ചത്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കമൻസും മെസ്സേജൊക്കെ നമുക്ക് വരുന്നു. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരുപാട് സന്തോഷമാണ്. അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഇമോഷണലി. അതായത് ഞാൻ ജീവിച്ചിരുന്നോണ്ട് ഇമോഷണലി ഫാമിലി ബന്ധങ്ങൾ, അല്ലെങ്കിൽ മാളികപ്പുറത്തിലേക്ക് മരിച്ചിട്ടാണ് ഇമോഷണൽ ആയത്. ഇന്നത്തെ ഞാൻ ജീവിച്ചിരുന്നോണ്ട് തന്നെ ഒരു ഇമോഷണൽ പരിപാടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതെ, അഭിലാഷം പോലും കുറച്ച് ഇമോഷണലാണ്, ആൾക്കാരെ കണ്ടു തുറന്നു പറഞ്ഞു. പക്ഷെ അതൊരു വിരഹത്തിൻ്റെ, ഒന്നിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിൽ സന്തോഷ കണ്ണുനീരാണ്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. നമുക്ക് മക്കളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ആക്ച്വലി മീഡിയക്കാർ അറിഞ്ഞിട്ടില്ല. ആക്ച്വലി നമുക്ക് നല്ല ഷെയർ വന്നു അഭിലാഷത്തിന്. ഇത് ഞാനൊരു 1-2 ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. അതായത് ഇപ്പം എൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആൾക്കാരോട് പറയണം. എന്നോട് പലരും പറയും, തിയേറ്ററിൽ എന്താണ് അത് വർക്കാവുന്നത്? തിയേറ്ററിൽ വർക്കായി, നമുക്ക് നല്ല ഷെയർ വന്നു. നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോൾ ചോദിച്ചു നോക്ക്. അല്ല, അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇതല്ലേ. അപ്പോൾ അത് നമുക്ക് പേഴ്സണലായിട്ട് അവർക്കത് ഫീൽ ചെയ്യും. ആവശ്യത്തിന് ഭരതനാട്യത്തിനെ പറ്റി നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. തിയേറ്ററിൽ നമുക്ക് അത്രയും ഷെയർ വന്നില്ല. നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു പടം. അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തോന്നുന്നത്, OTT ബ്ലോക്ക് ബസ്റ്റർ. പക്ഷേ അഭിലാഷം ഹാസ് ഡെഫിനറ്റ്ലി ഡൺ വെൽ. അതുപോലെ തന്നെ ഇതും വർക്കാവേണ്ടതാണ്. നാളേക്ക് ആകുമ്പോൾ നമുക്കറിയാം. അതെ, യെസ്, താങ്ക് യു.